നജീബിൻ്റെ കഠിനമായ ജീവിതാനുഭവങ്ങൾ ഒറ്റ ഫ്രെയിമിലേക്ക് പകർത്തിയിരിക്കുകയാണ് റിൻഷ ഫാത്തിമ. ഞാൻ ചെറുപ്പം തൊട്ടേ സാധാരണ കുട്ടികൾ വരയ്ക്കുന്ന പോലെ ഓരോ മലയും കാടും അങ്ങനത്തെ ഒക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്നും കൂടി ഫേസൊക്കെ വരയ്ക്കാൻ പഠിച്ച് ലാസ്റ്റ് ഈ പെൻസിൽ കളർ കൊണ്ടും പെൻസിൽ ഷെയ്ഡിങ്ങും അതൊക്കെ പഠിച്ചപ്പോൾ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് വരച്ചു തരുമോ, ഇങ്ങനത്തെ ഫോട്ടോ വരച്ചു തരുമോ, കൂട്ടി വരച്ചു തരുമോ. പിന്നെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ ആയിട്ടുള്ള ആടുജീവിതം വന്നപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ ഒരു ത്രില്ലായി വരയ്ക്കാനൊക്കെ. അപ്പോൾ പിന്നെ കളറിൽ വരച്ച് നോക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കളറിൽ വരച്ച് അത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ടീച്ചേഴ്സൊക്കെ സ്റ്റാറ്റസ് ഇടലും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര കാര്യമായി അത്. ഫോട്ടോയിൽ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. അതിപ്പോൾ ഫസ്റ്റത്തത് ചെറുപ്പം പോലെയും പിന്നെ അങ്ങനെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ആണ്. അപ്പോൾ ഫസ്റ്റത്തെ അത് വരയ്ക്കുമ്പോൾ ലൈറ്റ് കളറ് അങ്ങനത്തെ ഐറ്റംസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങനെ ഡാർക്കായി വരും. ഏറ്റവും കൂടുതൽ ടഫായി തോന്നിയത് ആ ലാസ്റ്റത്തെയാണ്. ആ ഒരു ഫോട്ടോ പൃഥ്വിരാജിൻ്റെ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉമ്മ ഫൗസിയയാണ് കുഞ്ഞു റിൻഷയുടെ കഴിവുകൾ ആദ്യം തിരിച്ചറിഞ്ഞത്. മോള് ചെറുതാകുമ്പോൾ പിന്നെ ഇങ്ങനെ മുറ്റത്തിന് ചുമരിലെല്ലാം ചിത്രം വരച്ചിരുന്നു. അപ്പോൾ ഞാനൊരു പുസ്തകം വാങ്ങിക്കൊടുത്തു. അതൊരു 3.5 വയസ്സ് 4 വയസ്സിലായിരുന്നു. അപ്പോൾ നഴ്സറി കൊണ്ടുപോയി ചേർത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ടീച്ചറെ കാണിക്കാൻ വേണ്ടിയിട്ട് 200 പേജിൻ്റെ ഒരു പുസ്തകത്തിൽ നിറച്ചും ചിത്രങ്ങളായിരുന്നു. എനിക്ക് ചിത്രം വരയ്ക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മളെ സാഹചര്യം അല്ലല്ലോ, അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇന്ന്. അപ്പം ചിത്രം വരയ്ക്കാനൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പഠിക്കാണ്ട് തന്നെ അവൾ അത്യാവശ്യം ചിത്രം വരയ്ക്കും. പൃഥ്വിരാജിൻ്റെ ആ 3 മുഖങ്ങളുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഇതുണ്ട്. അവൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ആ കഥാപാത്രം എങ്ങനെയാണോ അത് ശരിക്കും ഉൾക്കൊണ്ട് വരച്ചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഉമ്മയ്ക്കൊപ്പം റിൻഷയ്ക്ക് പിന്തുണയുമായി ഉപ്പ ഇക്ബാലും കുഞ്ഞനിയത്തിമാരുമുണ്ട്. ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് പഠിക്കണമെന്നാണ് റിൻഷയുടെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, വയനാട്.